പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിലെ കല്ലാർ മാലിന്യ പ്ലാന്റിൽ ഇന്നലെ പടർന്ന തീ ഇപ്പോഴും അണയ്ക്കാനായിട്ടില്ല. തീപിടുത്തത്തിൽ ടൺ കണക്കിന് വേർതിരിച്ചു വെച്ച മാലിന്യമാണ് കത്തി നശിച്ചത്. തീപിടുത്തത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. എന്നാൽ ഈ സംഭവത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് നാട്ടുകാരിൽ ചിലർ. മൂന്നാർ നല്ലതണ്ണിയിൽ നിന്നും ആൽവിൻ തോമസ് ഇറക്കിയ റിപ്പോർട്ടിലേക്ക്. മൂന്നാറിലെ നല്ലതണ്ണി കല്ലാർ മാലിന്യ പ്ലാന്റിലാണ് ഇന്നലെ വലിയ തീപിടുത്തം ഉണ്ടായത്. ഇന്നലെ 5 മണിയോടുകൂടിയാണ് ഈ തീ പടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന മാലിന്യം ഉൾപ്പെടെയുള്ളവ കത്തി നശിച്ച സാഹചര്യമുണ്ടായത്. ഇന്നിപ്പോഴും ഈ തീ അണഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്നലെ രാത്രി മുതൽ നിരവധി ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം ഇവിടെ എത്തി, അഗ്നിരക്ഷാ സേനയുടെ പല യൂണിറ്റുകൾ ഇവിടെ എത്തി ഈ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോഴും തീ തുടരുകയാണ്. ഇപ്പോഴും തീ പടരുന്നുണ്ട് പലയിടങ്ങളിലും. നമുക്ക് കാണാവുന്നതുപോലെ ഇപ്പോഴും ഒരു യൂണിറ്റ് എത്തിയ ശേഷം ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളതാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിവരം. കാര്യം 2 മണിവരെ എവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരുണ്ടായിരുന്നു. പക്ഷേ 2 മണിക്ക് ഇവർ അവരുടെ ജോലിക്ക് ശേഷം മടങ്ങുകയും തിരിച്ച് അവർ പോവുകയും ചെയ്തു. ഇത് ഇവിടെ ആന കയറാതിരിക്കാൻ സ്ഥാപിച്ചിരിക്കുന്ന സോളാർ ഫെൻസിങ് അടക്കമുണ്ട്. ആ സോളാർ ഫെൻസിങ്ങിൻ്റെ ബാറ്ററിയിൽ നിന്നുണ്ടായ പൊട്ടിത്തെറി എന്ന നിലയിലാണ് ആദ്യം കണക്കാക്കിയിരുന്നതെങ്കിൽ, പക്ഷേ പിന്നീട് ഇപ്പോൾ അങ്ങനെ അല്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. പഞ്ചായത്ത് അധികൃതരും അത്തരത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഇതിൻ്റെ ഒരു തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്നതിൽ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. അതിനായി CCTV അടക്കം പരിശോധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അധികൃതർ നമുക്ക് നൽകുന്ന വിവരം. പല യന്ത്രങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. ഹൈഡ്രോളിക് സംവിധാനം അടക്കമുള്ള ചില മെഷീനറികളും കത്തി നശിച്ചതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ കെട്ടിടത്തിന് പോലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ അതിൽ ഈ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള തരത്തിൽ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുകയാണ്. മെഷീനറി നമുക്ക് 2-3 മെഷീനറീസ് കത്തിപ്പോയിട്ടുണ്ട്. ഇനിയും നഷ്ടം നമ്മൾ തിട്ടപ്പെടുത്തിയിട്ടുള്ളൂ. ബിൽഡിങ്ങിൽ ഉൾപ്പെടെ നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട്. ബിൽഡിംഗ് എല്ലാം കണ്ടമാനം കത്തിപ്പോയിട്ടുണ്ട്. ബിൽഡിംഗ് കത്തിപ്പോയതുകൊണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു നഷ്ടം നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒരു 3-3:30 ആകുമ്പോൾ ഇവിടെ തീ കത്തി തുടങ്ങി. ശരിക്കും നേരിട്ട് കണ്ട ആൾക്കാരുണ്ട്. അവിടെ ആ ഭാഗത്തിലാണ് തീ കത്തി തുടങ്ങിയത്. ഇവർ പറയുന്ന പോലെ ബാറ്ററി വെടിച്ച് കത്തിയതല്ല. ഈ വില്ലേജിൽ 80ഓളം ആൾക്കാരിന് ക്യാൻസറും കൂടി ഉണ്ട്. ഇത് മനഃപൂർവ്വം അവർ ചെയ്യുന്നതാണ്. പ്രോപ്പറായിട്ട് ഇവിടെ മെഷീനറീസ് ഇല്ല, വേർതിരിക്കുന്നില്ല. ഇപ്പോൾ ആ ഇത് മൊത്തം അയച്ചു നോക്കിയാൽ തന്നെ അറിയാം, വേർതിരിക്കുന്നില്ല. 4ാമത്തെ പ്രാവശ്യം ഇപ്പം നടക്കുന്നത്. ഇതിൽ ദുരൂഹതയുണ്ട് തീർച്ചയായും. ഇനി ഒരിക്കലും വേസ്റ്റ് ഇങ്ങോട്ട് വരാൻ ഞങ്ങൾ അനുവദിക്കില്ല. എന്ന് വെച്ചാൽ അത്രയും ആൾക്കാരുടെ ജീവനാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 5-6ഓളം ആൾക്കാർ ക്യാൻസറായിട്ട് മരിച്ചിട്ടുണ്ട് ഇവിടെ. അതാണ് വലിയ പ്രതിഷേധം നാട്ടുകാർക്കിടയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിന് മുമ്പും 3-4 തവണ ഇതിൽ ഇത്രത്തോളം തീ പടരുന്നതും കത്തി പിടിക്കുകയും മാലിന്യം വലിയ തോതിൽ കത്തുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതിലെ ദുരൂഹത നീങ്ങണമെങ്കിൽ CCTVയിലെ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. പഞ്ചായത്ത് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പഞ്ചായത്ത് അധികൃതർ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഏതായാലും ഈ തീപിടുത്തം എങ്ങനെയുണ്ടായെന്നും ഇതിലൊരു ദുരൂഹതയുണ്ടോ എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, മൂന്നാർ.